സാരംഗിയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം സീരീസിലെ അടുത്ത വിഭവവുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. അപ്പം വളരെ എളുപ്പത്തിൽ എങ്ങനെ പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടത് ഒരു മുറി തേങ്ങ വേണം. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് നമുക്ക് ചീന്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരല്പം തൈര് കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി വേവിച്ച പൈനാപ്പിളിലേക്ക് ശർക്കര കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. 2 ടീസ്പൂണോളം ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. ഇനി ശർക്കര നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. നമ്മുടെ പച്ചടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചടിയിലേക്ക് വറവിടാനുള്ള ലാസ്റ്റ് സ്റ്റെപ്പാണ്. അതിന് ആവശ്യമായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൈനാപ്പിളിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിവിടെ പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കിയിട്ടുള്ളത്. ഓണമൊക്കെ വരികയല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരിക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റാക്കി രേഖപ്പെടുത്തണം. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്